ഹോല വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകളിൽ ഇപ്പോൾ ഫുള്ള് UK ആണല്ലോ അല്ലേ? നിങ്ങളിൽ പലരും നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ഈ വാർത്തകളൊക്കെ ശരിയാണോ, ദിവസം തോറും ഈ വരുന്ന അപ്ഡേറ്റ്സ് ശരിയാണോ, ഒത്തിരി വ്ളോഗ് ഒക്കെ നമുക്ക് വരുന്നത് കാണാം. അപ്പോൾ UKയിലെ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇറങ്ങിയിരിക്കുന്നത്. വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞ ധവളപത്രം, കുറച്ച് നിർദ്ദേശങ്ങൾ വരുന്നു. ആ നിർദ്ദേശങ്ങൾ ലോ ആയിട്ട് പാസ്സായിട്ടില്ല. ഇപ്പോൾ ലോ ആവുന്നതിന് മുന്നേ ഈ തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റിനെയാണ് വൈറ്റ് പേപ്പർ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ പേപ്പർ പ്രസൻറ്റേഷൻ എന്നൊക്കെ പറയുന്നില്ലേ എന്നത് അത്രേ ഉള്ളൂ വൈറ്റ് പേപ്പർ. അപ്പോൾ ഇതൊക്കെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനാണ്. ഇതൊക്കെ നിയമമാകണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ഇതുകൊണ്ട് പാർലമെൻറ്റിൽ വെക്കുമ്പം പ്രതിപക്ഷം എതിർക്കും. കാരണം ഒരു പേപ്പർ അത് പാസ്സായി വരുന്നതൊക്കെ എതിർ കക്ഷികൾ അങ്ങനെ അലോ ചെയ്തു വരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എന്താണ് വൈറ്റ് പേപ്പർ? UKയിൽ ഫ്യൂച്ചറായിട്ട് നിയമങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഡോക്യുമെൻ്റായിട്ട് പറയുന്നതാണ് ബ്രിട്ടനിൽ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. ഇത് ഒരു ഗിമിക്ക് മാത്രമാണെന്ന് പറയുന്നവരുണ്ട്. കാരണം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഈ നയങ്ങളൊക്കെ എതിർത്തിരുന്നു. എന്തായാലും ഈ വൈറ്റ് പേപ്പറിലുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ലോ സ്കിൽഡ് ജോലിക്ക് ഇനി മുതൽ പുറത്തുനിന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ കഴിയില്ല. ദാറ്റ് മീൻസ് ഇൻ ഫ്യൂച്ചർ ഓൺലി ഹയർ ലെവൽ ജോബ്സ് ലൈക്ക് RQF ലെവൽ 6 ആൻഡ് എബോവ് മൈറ്റ് ഓൺലി ബി അലൗഡ്. അതായത് കെയർ പ്രോഗ്രാം പോലെയുള്ള ജോലികൾക്ക് ഇനി ഇന്ത്യക്കാർക്ക് അത്ര എളുപ്പമല്ല. ഇതാണ് ഈ പേപ്പറിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം. സ്റ്റുഡൻറ്റ് വിസയിൽ ചില മാറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. PSW നിലവിൽ 2 വർഷമാണ്. ഇത് കുറച്ചിട്ട് 18 മാസമാക്കാൻ നിർദ്ദേശമുണ്ട്. അതായത് 1.5 വർഷം അല്ലേ? അതുപോലെ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് കൂട്ടാനുള്ള നീക്കം ഏതാണ്ട് ഉറപ്പാണ്. ഇതൊരു നല്ല കാര്യമാണ്. കാരണം പല യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് ഇല്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ അങ്ങനെ പോയിട്ടൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാതെ ആ രാജ്യത്ത് രക്ഷപ്പെടുക ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ? ഇപ്പോൾ MRS പോലെയുള്ള പ്രോഗ്രാമുകൾക്ക് അതുപോലെ അഡൽട്ട് ഡിപ്പെൻഡൻസിനുമൊക്കെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് വേണ്ടി വരും. നമുക്കറിയാം പെട്ടിക്കടകൾ പോലെ UKയിൽ ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റീസും കോളേജും ഒക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ ശക്തമായ ചെക്കിങ് വരും. ക്വാളിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾക്ക് പണി കിട്ടും. അത് ഉറപ്പാണ്. അതെല്ലാ രാജ്യത്തും സംഭവിക്കുന്ന പോലെ അവിടെ നടക്കും. അത് നല്ല കാര്യമാണ്. പക്ഷേ ഈ പേപ്പറിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കത്തുമില്ല. അതുപോലെ PR കിട്ടാൻ 10 വർഷം UKയിൽ നിൽക്കേണ്ടി വരും എന്നൊരു നിർദ്ദേശം വരുന്നുണ്ട്. ഇതിപ്പോൾ നിലവിൽ 5 വർഷമാണ്. ഈ ILR എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ, അത് 10 വർഷമാക്കും എന്ന് പറയുന്നുണ്ട് ഈ പത്രത്തിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ നിർദ്ദേശങ്ങളാണ്, നിയമങ്ങളല്ല. എന്നാൽ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ കാര്യം നിലവിൽ വരും എന്ന് ഏകദേശം ഉറപ്പാണ്. അപ്പോൾ ആരും പേടിക്കേണ്ട, ജാഗ്രത മതി. ഇതൊക്കെ നിയമങ്ങളായാൽ തന്നെ നിലവിൽ UKയിലുള്ളവരെ ബാധിക്കാൻ സാധ്യതയില്ല. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ വരുമ്പോൾ അപ്പം തന്നെ ഈ ചാനൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ്. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.